പ്രിയമുള്ളവരെ, ഈ വീഡിയോയിൽ ഈ അടുത്തിറങ്ങിയ 3 സിനിമകളെക്കുറിച്ചും അവയുടെ സ്ഥാനങ്ങളും അതിൽ ബെസ്റ്റ് ഏത് തുടങ്ങിയ കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ഏത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ സിനിമ തഗ് ലൈഫ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ കാണുമ്പോൾ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് നല്ലൊരു ആക്ഷൻ മൂവിയാണ്, ഗാങ്സ്റ്റർ മൂവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ സിനിമ ഇറങ്ങിയത്. പക്ഷെ സിനിമയ്ക്ക് പോയി നോക്കിയാൽ നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് ഗാങ്സ്റ്ററും കാര്യങ്ങളൊന്നും നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്നില്ല ഈ സിനിമ. ഇതിൽ ആക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലല്ല കാര്യങ്ങളുള്ളത്. ഇതിൽ വില്ലന്മാർ ഒട്ടും സ്ട്രോങ് അല്ല. വില്ലന്മാർക്ക് ഈ സിനിമയിൽ പ്രാധാന്യമേ ഞാൻ കാണുന്നില്ല. അവരുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിലെ ഹീറോക്കൾ തന്നെയാണ് പല രീതിയിലും എന്തൊക്കെയോ പൊട്ടത്തരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ രംഗരായ ശക്തിവേൽ, അത് കമലഹാസൻ്റെ കഥാപാത്രം. അതേപോലെ അദ്ദേഹത്തിൻ്റെ മകനായ അമരൻ കഥാപാത്രം, അത് സിംബുവാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവർക്കിടയിൽ ഒരു കഥാപാത്രമുണ്ട്, ഇന്ദ്രാണി, അത് ചെയ്തിരിക്കുന്നത് തൃഷയാണ്. അപ്പോൾ ശക്തിവേലിനും അമരനും അച്ഛനും മകനും ഈ ഇന്ദ്രാണി കൊച്ചിനെ വേണം. എന്തിനാ വേണം എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവസാനം അച്ഛൻ കുറച്ച് ദിവസം ഈ ഇന്ദ്രാണിയെ കൊണ്ടുപോകുന്നു. എന്നിട്ട് അച്ഛനില്ലാത്ത സമയത്ത് മകൻ ഈ ഇന്ദ്രാണിയെ തട്ടിക്കൊണ്ടുപോയി അവനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ ഇന്ദ്രാണി, അതാണ് ഏറ്റവും വലിയ രസം, അവരെന്തോ ഒരു മഹാസംഭവം ചെയ്ത പോലെ നന്മമരം പോലെയാണ് താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഈ സിനിമയിൽ ഡയലോഗൊക്കെ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ സിനിമയ്ക്ക് തഗ് ലൈഫ് എന്ന പേരിന് പകരം ഇന്ദ്രാണിയുടെ ലീലാവിലാസങ്ങൾ എന്ന് വെച്ചുകൊണ്ട് മണിരത്നത്തിന് ഈ സിനിമ പബ്ലിഷ് ചെയ്യാമായിരുന്നു. കാരണം അങ്ങനെ ഒരു പൊട്ടക്കഥയാണ് മണിരത്നവും അതേപോലെ കമൽ സാറും ചേർന്ന് എഴുതി ഡയറക്റ്റ് ചെയ്ത് സിനിമയാക്കി നമുക്ക് വേണ്ടി തിയേറ്ററുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് ഈ 3 സിനിമകളിൽ സ്ഥാനമൊന്നും പറയാനില്ല. എന്നാലും 3 സിനിമകളിലൊരു സ്ഥാനം പറയണ്ടേ, അതുകൊണ്ട് ലാസ്റ്റ് പോസ്റ്റ് കമ്പിക്കാല് 3ാം സ്ഥാനം. ഇനി അടുത്ത സിനിമ ആഭ്യന്തര കുറ്റവാളി. ഈ സിനിമ വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു മാറ്റർ തന്നെയാണ് കഥയാക്കി സിനിമയാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ സിനിമയ്ക്ക് 1ാം സ്ഥാനമാണ് പറയേണ്ടത്. പക്ഷേ ഈ സിനിമ ഒരു സിനിമാറ്റിക് ലെവലിൽ നോക്കുമ്പോൾ, അതായത് വിഷയം സാമൂഹ്യ പ്രസക്തിയൊക്കെ ഉള്ളതാണെങ്കിലും ഒരു സിനിമ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഇതിലെ കഥാപാത്രങ്ങൾക്കൊന്നും ഒരു പൂർത്തീകരണം വരുന്നില്ല. ഇപ്പോൾ ഇതിലെ ആസിഫ് അലിയുടെ കഥാപാത്രം സഹദേവൻ്റെ കാര്യങ്ങളിലൊക്കെ ശരിക്ക് ഒരു പൂർത്തീകരണം വരുന്നില്ല. അതേപോലെ ശ്രേയ ഹീറോയിൻ, അവരുടെ കാര്യത്തിലും ഒരു പൂർത്തീകരണം വരുന്നില്ല. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, ഇവരുടെ കാര്യങ്ങളും നമുക്കൊരു തൃപ്തി തരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പൂർത്തീകരണം ഈ സിനിമയ്ക്ക് വരുന്നില്ല. പിന്നെ ഇതിൻ്റെ സിനിമ അങ്ങനെ പുരോഗമിക്കും തോറും നമുക്കൊരു ലാഗ്, ഒരു മുഷിപ്പിക്കലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിലെ തുളസി ഹരിദാസിൻ്റെ കഥാപാത്രം അങ്ങനെയാണുള്ളത്. അവരങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു കഥയുള്ളത് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും സിനിമ ആ രീതിയിലാണ് മൂവ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 2ാം സ്ഥാനം. ഇനി അടുത്ത സിനിമ റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ്. ഈ സിനിമ വെറും സാങ്കല്പിക കഥയാണ് കേട്ടോ, ഒരു ഇമാജിനാണ് സിനിമ. പക്ഷേ ഇമാജിൻ ആണെങ്കിലും ശരിക്കൊരു കഥ പോലെ തന്നെ നമുക്കിത് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിലെ കഥാപാത്രങ്ങൾ, ഏതൊരു കഥാപാത്രം എടുത്താലും, ഇതിൽ സണ്ണി വെയിൻ ആകട്ടെ, അതേപോലെ സൈജു കുറുപ്പാകട്ടെ, അതേപോലെ മറ്റ് അപർണദാസ്, അങ്ങനെ മറ്റ് ഏത് കഥാപാത്രങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ തന്നെ ഈ സിനിമയിൽ കഥാപാത്ര പ്രാധാന്യമുണ്ട്. അതേപോലെ ആ കഥാപാത്രങ്ങളെ നമുക്ക് ഇഷ്ടപ്പെടാനും അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട്. അതേപോലെ ഈ സിനിമയുടെ തുടക്കം എങ്ങനെയാണോ അതിൽ കഥാപാത്രങ്ങൾക്കൊക്കെ എന്തൊക്കെയാണോ അവസ്ഥ, അതിനൊക്കെ പൂർത്തീകരണത്തിൽ ശരിക്കൊരു നല്ല ക്ലൈമാക്സ് എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ സിനിമയിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ദൈവികമായ മൂവിയാണ്, നല്ലൊരു കഥയാണ് കേട്ടോ ഇത്. എനിക്ക് നന്നായിട്ട് ഈ സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 1ാം സ്ഥാനം.